പറവൂരിലെ വ്യാപാര സംഘടനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന പറവൂർ ഷോപ്പിംഗ് ഫെസ്റ്റിന് തുടക്കമായി. പറവൂർ വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങ് ഡോക്ടർ RLV രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പറവൂരിലെ വ്യാപാര സംഘടനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന പറവൂർ ഷോപ്പിംഗ് ഫെസ്റ്റിന് പ്രൗഢോജ്വലമായ തുടക്കം. വ്യാപാര ഭവനിൽ ഡോക്ടർ RLV രാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ സംസ്കാരവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒന്നാണ് വ്യാപാരം, അതല്ലെങ്കിൽ കച്ചവടം. ഒരുപക്ഷെ പറവൂർ എന്ന് പറയുമ്പോൾ കൊടുങ്ങല്ലൂരിനടുത്ത് കിടക്കുന്ന ഈ ഇടത്തിൽ വിദേശ സഞ്ചാരികൾ വന്നു ചേരുകയും വിദേശ തരത്തിലുള്ള വ്യാപാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്തതിൻ്റെ ഒരു വലിയ പാരമ്പര്യം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ സംസ്കാരവും ആധുനിക യുഗത്തിൽ നമ്മുടെ ജീവിത സംസ്കാരത്തെ മോടി പിടിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രാധാന്യം വഹിക്കുന്ന ഒന്നാണ് വ്യാപാരം. അത് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതിലൊന്നാണ് ഭക്ഷണം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ന് വൈകുന്നേരങ്ങളിൽ ഒരുപക്ഷെ ആരും തന്നെ വീട്ടിൽ ഭക്ഷണം വയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കമാണ്. ഏറ്റവും പ്രിയപ്പെട്ട ഹോട്ടലുകൾ അന്വേഷിച്ചുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ അന്വേഷിച്ച് യാത്രയാകുന്ന അല്ലെങ്കിൽ ചെറുപ്പം മുതൽ കുടുംബം വരെ വൈകുന്നേരങ്ങളിൽ പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്ന ഒരു സംസ്കാരം ഇപ്പോൾ നമ്മുടെ ഇവിടെയെല്ലാം കണ്ടുവരും. അതിനപ്പുറത്തേക്ക് മാറി മാറി വരുന്ന ഫാഷൻ, വസ്ത്രങ്ങൾ, നമ്മുടെ ഭവനം മോടി പിടിപ്പിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെ നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയുമായി നമ്മുടെ സംസ്കാരത്തിൻ്റെ വളർച്ചയുമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ വ്യാപാരം. അത് വിദേശത്ത് മുതൽ സ്വദേശത്ത് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഞൊടിയിടയിൽ നമ്മുടെ നാട്ടിലേക്ക് എത്താൻ ഇത്തരത്തിലുള്ള വ്യാപാരങ്ങളുടെ ക്രയവിക്രയങ്ങളുടെ സാധിക്കുന്നു എന്നുള്ളത് നമ്മളെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ടൗൺ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് KT ജോണി അധ്യക്ഷത വഹിച്ചു. ഇപ്പോൾ കുറച്ചു കാലമായിട്ട് അതിന് വലിയ വ്യത്യാസങ്ങളുണ്ട്. അതിൻ്റെ കാരണങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ചപ്പോൾ ചെറിയ കടക്കാർ ആ ഗ്രാമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ചില ആൾക്കാർ ഓൺലൈനിൽ നിന്നും ചില ആൾക്കാർ എറണാകുളത്തേക്കൊക്കെ പോകുന്നൊരു സ്വഭാവം ഉണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനൊരു മാറ്റം വരണം എന്ന് തന്നെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ പഴയ പറവൂരിൻ്റെ പഴയ പ്രൗഢിയിലേക്ക് തന്നെ വരണം. ആ ഒരു ഉദ്ദേശം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മളൊരു ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് പോകുന്നത്. KBBES ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് AJ റിയാസ് സംഘടനാ പ്രതിനിധികൾക്ക് കൂപ്പൺ നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു. പട്രാക് പ്രസിഡന്റ് S രാജൻ, പൊൻഗദർ MD ബിജോയ്, ജോൺസൺ KD, മൻസൂർ കല്ലേലിൽ, മനോജ് ആദിത്യ, MJ ആന്റണി, രാഘവേന്ദ്ര, KL ഷാറ്റോ, MG വിജയൻ, NS ശ്രീനിവാസ്, അൻവർ കൈതാരം, KA ജോഷി, KJ ശ്രീരാജ്, T ശാന്തമ്മ, ദിനേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. 6 മാസം നീണ്ടുനിൽക്കുന്ന ഫെസ്റ്റിൽ നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്ന കൂപ്പണുകൾ വഴി ഉപഭോക്താക്കൾക്ക് അപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ സമ്മാനങ്ങളാണ് നൽകുന്നത്. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി നഗരത്തിൽ വ്യാപാരികളുടെ ബൈക്ക് റാലിയും വിളംബര ജാഥയും നടന്നു. എന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇവിടെ എത്തിയിരിക്കുന്ന എൻ്റെ എല്ലാ വ്യാപാരി വ്യവസായ സുഹൃത്തുക്കൾക്കും എല്ലാവിധ ഉയർച്ചയും വളർച്ചയും ആരോഗ്യവും ആയുസ്സും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
വ്യാപാരം ഷോപ്പ് ചെയ്യാൻ വേണ്ടി വരണം എന്നുള്ള ഒരു ആശയം വരുന്നു. ഈ ഷോപ്പിംഗ് മേളയിൽ നമ്മൾ അണിയിച്ചൊരുക്കിയിരിക്കുന്ന സമ്മാനങ്ങൾ തീർച്ചയായിട്ടും 1 കോടിയോളം വരുന്ന സമ്മാനങ്ങളാണ് ഈ മേളയുടെ ഏറ്റവും വലിയ ആകർഷണം. ഇതിന്റെ മെഗാ സമ്മാനം എന്ന് പറയുന്നത് ഏപ്രിൽ 1 ആരംഭിച്ച് സെപ്റ്റംബർ 30 അവസാനിക്കുന്ന ഈ ഷോപ്പിംഗ് ഫെസ്റ്റിന്റെ മെഗാ സമ്മാനം എന്ന് പറയുന്നത് പറവൂരിന്റെ ഹൃദയഭാഗത്ത് ഒരു അപ്പാർട്ട്മെന്റ് ലഭിക്കുന്നു എന്നുള്ളതാണ്.